How can we use perfect infinitive? പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പായി ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം ഇൻഫിനിറ്റീവ് എന്താണെന്ന്. എന്താണ് ഇൻഫിനിറ്റീവ്? വെർബിൻ്റെ ബേസ് ഫോമിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഇനി വെർബിൻ്റെ ബേസ് ഫോമിന് മുൻപിലായി ഒരു ടു ചേർക്കുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവായി മാറുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഇനി എന്താണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ്? പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെക്കുറിച്ച് പരാമർശിക്കാനാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ഇനി പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ടു ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് രൂപം V3 ഫോമാണ് ഉപയോഗിക്കുന്നത്. അതായത് അല്പം കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ബി ഫോം എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഈസ്, ആമ്, ആറ്, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ്, വെയർ എന്നിവയ്ക്ക് ശേഷം അഡ്ജക്റ്റീവ്, അതിനുശേഷം ടു ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ. ഫൈനൽ മത്സരത്തിൽ തോറ്റതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇവിടെ ആദ്യത്തെ ആക്ഷൻ ഏതാണ്? ഫൈനൽ മത്സരത്തിൽ തോറ്റു എന്നതാണ്, അല്ലേ? അപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷനാണത്, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നതാണ് എനിക്ക് സങ്കടമുണ്ട് എന്നത്. ഓക്കെ, അതായത് ഫൈനൽ മത്സരത്തിൽ തോറ്റുപോയി എന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അതായത് ഒരു കാര്യം, ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ കഴിഞ്ഞു, അതിനുശേഷം അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ പരാമർശിക്കാനാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? ഐ ആം സാഡ് ടു ഹാവ് ലോസ്റ്റ് ദ ഫൈനൽ മാച്ച്. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിനുശേഷം ബി ഫോം, ആം എന്ന് പറയുന്ന ബി ഫോം, അതിനുശേഷം സാഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്, അതിനുശേഷമാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് വന്നിരിക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇതാണ്. അതായത് ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷന് ശേഷം അതിനെക്കുറിച്ച് ഓർത്ത് പിന്നീട് പ്രതികരിക്കുകയാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ പരിശോധിക്കാം. പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ സഹായകരമായ ചില അഡ്ജക്റ്റീവുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പുതിയ ജോലി കണ്ടെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ പെർഫെക്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ജോലി കണ്ടെത്തി എന്നുള്ളതാണ്. അതിലിപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്, എനിക്കതിൽ സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. ഐ ആം ഗ്ലാഡ് ടു ഹാവ് ഫൗണ്ട് എ ന്യൂ ജോബ്. നെക്സ്റ്റ്, ഷോ നഷ്ടമായതിൽ അവൾ ഖേദിക്കുന്നു. ഷീ വാസ് സോറി ടു ഹാവ് മിസ്ഡ് ദ ഷോ. ഇപ്പോൾ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ചില സ്പെഷ്യൽ വെർബുകൾക്കൊപ്പവും ഉപയോഗിക്കാം. അത്തരം സാഹചര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അവൾ തൻ്റെ ജോലി പൂർത്തിയാക്കിയതായി നടിക്കുകയാണ്. അതായത് പൂർത്തിയാക്കിയിട്ടില്ല, പക്ഷെ പൂർത്തിയാക്കിയതായിട്ട് നടിക്കുകയാണ്. ഷീ ഈസ് പ്രിറ്റൻഡിങ് ടു ഹാവ് കംപ്ലീറ്റഡ് ഹെർ വർക്ക്. സ്ട്രക്ചറിന് വ്യത്യാസമൊന്നുമില്ല, അഡ്ജക്റ്റീവിന് പകരം വെർബ് വരുന്നു എന്ന് മാത്രം. മുൻപ് അവനെ കണ്ടതായി അവൾ അവകാശപ്പെടുന്നു. ഇവിടെ അവളെ കണ്ടു എന്ന കാര്യത്തിൽ നമുക്കുറപ്പിക്കാൻ പറ്റില്ല, അവളാണ് അവകാശപ്പെടുന്നത് അത്തരത്തിൽ കണ്ടു എന്ന്. ഇപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് ആക്ഷൻ ഏതാണ്? കണ്ടു എന്നുള്ളതാണ്. അവൾ ക്ലെയിം ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ഷൻ. ഷീ ക്ലെയിംസ് ടു ഹാവ് സീൻ ഹിം ബിഫോർ. മറ്റൊരു ഉദാഹരണം, ആ പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്തതായി തോന്നുന്നു. തെറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, പക്ഷേ തെറ്റ് ചെയ്തതായിട്ട് തോന്നുകയാണ്. ദാറ്റ് ഗേൾ സീംസ് ടു ഹാവ് ഡൺ സംതിങ് റോങ്. ഇത്തരത്തിലാണ് ഇത്തരം വെർബുകൾ ഉപയോഗിച്ചുകൊണ്ട് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവും അതുപോലെ തന്നെ വെർബും ഉപയോഗിച്ചുകൊണ്ട് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിശോധിക്കാം. ഫ്യൂച്ചറിൽ നമ്മൾ ഹോപ്പ്, എക്സ്പെക്റ്റ് തുടങ്ങിയ വെർബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവിലുള്ള സെൻറ്റൻസുകൾ പറയുന്നത്. ഇവിടെയും കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. നോക്കൂ ഈ സെൻറ്റൻസ്. ശനിയാഴ്ചയോടെ ഈ ജോലി പൂർത്തിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ എക്സ്പെക്ട് ടു ഹാവ് ഫിനിഷ്ഡ് ദിസ് വർക്ക് ബൈ സാറ്റർഡേ. ഇവിടെ സ്ട്രക്ചറിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സബ്ജക്റ്റ്, അതിനുശേഷം വെർബ്, അതിനുശേഷം ടു ഹാവ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഫ്യൂച്ചറാണ് എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ബൈ സാറ്റർഡേ, ശനിയാഴ്ചയോടെ. അതിലൂടെയാണ് നമ്മളിത് ഫ്യൂച്ചറാണ് എന്ന് വ്യക്തമാക്കുന്നത്. മറ്റൊരു സെൻറ്റൻസ്, ജൂലൈ അവസാനത്തോടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ് ടു ഹാവ് ഫിനിഷ്ഡ് ദ ബിൽഡിംഗ് വർക്ക്സ് ബൈ ദ എൻഡ് ഓഫ് ജൂലൈ. ഇവിടെ ഫ്യൂച്ചറാണ് എന്ന് വ്യക്തമാക്കുന്നത് ബൈ ദ എൻഡ് ഓഫ് ജൂലൈ എന്ന ഒരു പ്രയോഗത്തിലൂടെയാണ്.
മറ്റൊരു സെൻറ്റൻസ് കൂടി, 6 മണിയോടെ അവിടെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ് ടു ഹാവ് റീച്ച്ഡ് ദെയർ ബൈ 6 o'clock. അപ്പോൾ ഇത്തരത്തിലാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഫ്യൂച്ചറിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് അൺറിയൽ സിറ്റുവേഷനിൽ പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുവാൻ കഴിയും. ഇവിടെ സീറോ ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കുന്നത്. നമുക്കതൊരു സെൻറ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. എൻ്റെ പാസ്പോർട്ട് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോകുമായിരുന്നു. പാസ്പോർട്ട് ലഭിച്ചിരുന്നെങ്കിൽ വിദേശത്തേക്ക് പോകാമായിരുന്നു എന്ന് സങ്കല്പിച്ച് പറയുകയാണ്. അതാണ് അൺറിയൽ സിറ്റുവേഷൻ. ഐ വുഡ് ഹാവ് ഗോൺ ടു അബ്രോഡ് ഇഫ് ഐ ഹാഡ് ഗോട്ട് മൈ പാസ്പോർട്ട്. ഇവിടെ നമ്മൾ ടു ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ടു ഒഴിവാക്കി ഉപയോഗിക്കുന്നതിനെയാണ് സീറോ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മോഡൽ ഓക്സിലറി വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് കൂടി, എനിക്ക് ലൈസൻസ് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു പുതിയ കാർ വാങ്ങുമായിരുന്നു. ഐ വുഡ് ഹാവ് ബോട്ട് എ ന്യൂ കാർ ഇഫ് ഐ ഹാഡ് ഗോട്ട് എ ലൈസൻസ്. അപ്പോൾ ഇത്തരത്തിലാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് അൺറിയൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ സീറോ ഇൻഫിനിറ്റീവാണ്, അതായത് ടു ഒഴിവാക്കിക്കൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണ് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.